നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 77.35% പേർ വോട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കോഴിക്കോട് ജില്ലയ്ക്കാണ്, 81.89%. കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലും 71.66%. കേരളത്തിലെ മുഴുവൻ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേർന്നു. സുനിൽ, കേരളത്തിൽ ഇത്തവണ ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ തെക്കൻ കേരളത്തിലെ പോളിംഗ് ശതമാനത്തെ മധ്യ കേരളത്തിലെ പോളിംഗ് ശതമാനത്തെ കുറവ് താരതമ്യേന മലബാറിൽ കൂടുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ഇതിനെ എങ്ങനെ മുന്നണികൾ കാണുന്നു? സമഗ്രമായി പെട്ടെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക്. അജിംഷാദ്, 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗിക വിവരമനുസരിച്ചുള്ള കണക്കുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. 77.35% സംസ്ഥാനത്ത് ആകെ പോളിംഗ്. ഇത് കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി വെച്ച് നോക്കുമ്പോൾ ഉയർന്ന ഒരു പോളിംഗ് ശതമാനം തന്നെയായിരുന്നു. കാരണം 75.12 ആയിരുന്നു 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിലെ പോളിംഗ് ശതമാനം 81.89 ആണ്. രണ്ടാമത് കണ്ണൂരാണ്. കോഴിക്കോടിൽ കഴിഞ്ഞ് കണ്ണൂർ 80.63% പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആലപ്പുഴയിലാണ് അടുത്ത് വരുന്നത്. 79.88% വോട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയായിട്ട് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അപേക്ഷിച്ച് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും സംസ്ഥാനത്തെ മൊത്തം ജില്ലകളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 71.66% ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ തവണ 68.22 എന്നുള്ള രീതിയിലായിരുന്നു. പൊതുവെ മലബാർ മേഖലയിലാണ് ഇത്തവണ പോളിംഗ് ഉയർന്നിട്ടുള്ളത്. അവിടെയൊക്കെ ആവറേജ് 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില മണ്ഡലങ്ങളിലൊക്കെ 72, 78 എന്നുള്ള നിലയിലും 80 എന്നുള്ള നിലയിലൊക്കെ ചില മണ്ഡലങ്ങളിൽ, ജില്ലകളിൽ ചില മണ്ഡലങ്ങളിൽ അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ കേരളത്തിൽ വരുമ്പോഴേക്കും എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കോട്ടയം ഉൾപ്പെടുന്ന സ്ഥലത്ത് വരുമ്പോഴും 73% എന്നുള്ളൊരു ആവറേജിലേക്ക് തന്നെ അവിടുത്തെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നമുക്ക് പറയേണ്ടി വരിക. തെക്കൻ ജില്ലയിൽ പൊതുവേ കുറവാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് ജില്ലകളുടെ കാര്യത്തിൽ നേരിയ ഒരു വർധനവ് മാത്രമാണ് പോളിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻസ് ചില മണ്ഡലങ്ങളിൽ കൃത്യമായി കാൽക്കുലേഷൻസ് നടക്കുമെങ്കിലും മറ്റുള്ള തരത്തിലുള്ള കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശതമാനമൊക്കെ ഇങ്ങനെയാണെങ്കിലും മറ്റൊന്നാളുകളുടെ ഒരു ദിവസത്തെ കാത്തിരിപ്പോടുകൂടി ഇതിനൊക്കെ വിരാമമായി അവരുടെ പ്രതീക്ഷകളൊക്കെ കൃത്യമായി പൂവണിയുമോ ഇല്ലയോ എന്നുള്ളത് മറ്റന്നാൾ നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. അന്തിമ കണക്കുകൾ പ്രകാരം തെക്കൻ കേരളത്തിൽ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണ്. തിരുവനന്തപുരത്ത് 72.53% പോളിംഗ് രേഖപ്പെടുത്തിയത്. കൊല്ലത്താകട്ടെ 75.07%, പത്തനംതിട്ടയിൽ 71.66%, ആലപ്പുഴയിൽ 79.88% പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം തെക്കൻ കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മറ്റ് 2 മേഖലകളെ അപേക്ഷിച്ച പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൽ നിന്ന് ഇക്കുറി വർധനയുണ്ട്. 72.53% തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 68.3 ആയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മികച്ച പോളിംഗ് ആണ്, 79.88%. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. ആറന്മുളയിൽ 70.96%, തിരുവല്ലയിൽ 69.29%, അടൂരിൽ 74.52%, കോന്നിയിൽ 73.19%, റാന്നിയിൽ 70.38% പോളിംഗ്. കൊല്ലം ജില്ലയിൽ 75.07 പോളിംഗ് ശതമാനം. കൊല്ലത്തെ ചവറ, കൊല്ലം, പത്തനാപുരം എന്നിവിടങ്ങളിൽ ഇക്കുറി മികച്ച പോളിംഗ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട, അരുവിക്കര, പാറശാല മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 75 കവിഞ്ഞിട്ടുണ്ട്. വാശിയേറെ പോരാട്ടം നടന്ന അരുവിക്കരയിൽ 75.76, നേമത്തിൽ 74.11% ഇത്തവണത്തെ പോളിംഗ്. വട്ടിയൂർക്കാവിലെ പോളിംഗ് ശതമാനം 69.83 ആണ്. ഫലപ്രഖ്യാപനത്തിന് ഒരു ദിവസം ശേഷിക്കെ പോളിംഗ് ശതമാനം കണക്കുകൂട്ടി മുന്നണികളും സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ അവസാനഘട്ട കണക്കുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ ശരാശരി പോളിംഗ് ശതമാനം 76.8. 79.39% പേർ വോട്ട് ചെയ്ത എറണാകുളം ജില്ലയാണ് മുന്നിൽ. 73.59% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഇടുക്കി ജില്ലയാണ് മധ്യ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമുള്ള ജില്ല. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുമുണ്ട്.
മധ്യ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല എറണാകുളമാണ്. 79.39% പേർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. 2011 77.63 ആയിരുന്നു ജില്ലയിലെ പോളിംഗ്. 85.36% പേർ വോട്ട് രേഖപ്പെടുത്തിയ കുന്നത്തുനാടാണ് എറണാകുളം ജില്ലയിൽ പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ജില്ലയിൽ ഇരു മുന്നണികളും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. 71.6% പേർ വോട്ട് ചെയ്ത 2006-ൽ എറണാകുളം ജില്ലയിൽ LDF 10 സീറ്റ് നേടിയിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച 2011-ൽ UDF-നായിരുന്നു വൻ നേട്ടം. ഈ കണക്കിലാണ് വലത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഇടുക്കിയിൽ 2011-നെ അപേക്ഷിച്ച് നേരിയ വർധനവ് മാത്രമാണ് ഇക്കുറി ഉണ്ടായത്. 71.13 ആയിരുന്നത് 72.18 വർദ്ധിച്ചു. അന്ന് 5-ൽ 3 സീറ്റും നേടി LDF മേൽക്കൈ കരസ്ഥമാക്കിയിരുന്നു. കടുത്ത മത്സരം നടന്ന ഇടുക്കി നിയമസഭാ സീറ്റിൽ 76.35% പേർ വോട്ട് രേഖപ്പെടുത്തി. 76.37% പേരാണ് ആലപ്പുഴ ജില്ലയിൽ വോട്ട് ചെയ്തത്. 2011-ൽ ആലപ്പുഴയിലെ പോളിംഗ് ശതമാനം 79.1 ആയിരുന്നു. 86% പേർ വോട്ട് ചെയ്ത ചേർത്തലയാണ് ജില്ലയിൽ മുന്നിൽ. കടുത്ത ത്രികോണ മത്സരം നടന്നതായി പ്രചരിപ്പിക്കപ്പെട്ട കുട്ടനാട്ടിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം 71.14 ഒതുങ്ങി. കോട്ടയം ജില്ലയിൽ 77.42% പേരാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.79 ആയിരുന്നു പോളിംഗ് ശതമാനം. 80% പേർ വോട്ട് രേഖപ്പെടുത്തിയ വൈക്കമാണ് മുന്നിൽ. 68.4% പേർ വോട്ട് ചെയ്ത കടുത്തുരുത്തിയാണ് ഏറ്റവും പിന്നിൽ. തൃശൂർ ജില്ലയിൽ 77.73% പേരാണ് വോട്ട് ചെയ്തത്. 2011-ൽ 74.9% ആയിരുന്നു തൃശൂർ ജില്ലയിലെ പോളിംഗ്. മധ്യ കേരളത്തിലെ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പോളിംഗ് ശതമാനത്തിൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വർധനയുണ്ടായതായി കാണാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാർ മേഖലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ 81.89%, കണ്ണൂർ ജില്ലയിൽ 80.63% പോളിംഗ് രേഖപ്പെടുത്തി. വിവരങ്ങളും വിശദാംശങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നു. കണ്ണൂരും കോഴിക്കോടുമാണ് ഏറ്റവും കൂടുതൽ. മലബാർ പൊതുവെ കേരളത്തെ അപേക്ഷിച്ച് കൂടുതൽ പോൾ ചെയ്തു. അജിംഷാദ്, വലിയൊരു മുന്നേറ്റമാണ് പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ മലബാറിലെ 6 ജില്ലകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തിനേക്കാൾ വലിയ 1 മുതൽ 4% വരെ വർധനവ് പോളിംഗ് ശതമാനത്തിൽ ഇത്തവണ ഉണ്ടായി. കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ല. 81.89% കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. കണ്ണൂർ ജില്ല പരിശോധിക്കുമ്പോൾ 81.76% കണ്ണൂർ ജില്ലയിൽ അന്തിമ പോളിംഗ് ശതമാനമായി നമുക്ക് ലഭ്യമായ കണക്ക്. 81.76. കഴിഞ്ഞ തവണ ഇത് 80.66 ആയിരുന്നു. ഏകദേശം 1% അധികം വന്ന ഒരു വർധനവാണ് കണ്ണൂർ ജില്ലയിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പരിശോധിക്കുമ്പോൾ 78.37% ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 77.39 ആയിരുന്നു. മലപ്പുറം ജില്ല പരിശോധിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഇത്തവണ 2% പോളിംഗ് കുറവായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 75.6% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ 73% മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കാസർഗോഡ് ജില്ലയിൽ 78%-ലേറെ 78.34 കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് ശതമാനം. വയനാട് ജില്ലയിൽ 78.01. വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ 74%-നേക്കാൾ 4% വർദ്ധിച്ച് 78.01% വയനാട് ജില്ലയിലെ പോളിംഗ് എത്തിയിരിക്കുന്നു. പൊതുവെ വിലയിരുത്തപ്പെടുമ്പോൾ മലബാർ മേഖല ഒരു ഇടതുകോട്ട അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി വിശ്വാസം അർപ്പിച്ച ജില്ലകളായിട്ടാണ് മലബാർ മേഖലയിലെ ജില്ലകൾ വിലയിരുത്തപ്പെടുന്നത്. കണ്ണൂരിലെയും കോഴിക്കോടിലെയും ഒരു കനത്ത പോളിംഗ് ശതമാനം ഇടതു മുന്നണികൾക്ക് ഒരു വലിയ വിജയപ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. മറ്റു ജില്ലകളും പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ ഒരു 2% പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് UDF-ന്റെ അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ ഉറച്ച ലീഗ് വോട്ടുകൾ, പരമ്പരാഗതമായി ലീഗിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വീണോ എന്നൊരു ആശങ്ക UDF ക്യാമ്പിൽ നിന്നും നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ആ രീതിയിലാണ് മലബാർ മേഖലയിലെ ജില്ലകളിലെ ഒരു പോളിംഗ് ശതമാനം വലിയൊരു ഇനി ആര് ഭരിക്കും അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ ആര് ഭരിക്കും എന്ന ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഭാഗധേയമാകുന്ന ഒരു തരത്തിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തിയത്. അജിംഷാദ്. ശരി, വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് സീതാറാം യെച്ചൂരി. മുഖ്യമന്ത്രിയെ കൂട്ടായി തീരുമാനിക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. Wait till the 19th. Exit polls are exit polls. They are not the actual polls. And we have seen in the past what the exit polls say. I think, as I said earlier and I maintain now, the next government in Kerala is going to be an LDF government.
Who will lead it? Who will be the CM? VS or Kerala? That will tell you. Let the elections be over. VS got most in CM candidate in exit Let the, we have told you earlier that we will tell you, we will sit down, decide what all the matters after the elections, and let the results be declared on 19th. We'll tell you. Will you be taken in Kerala or in Delhi? Comrade, will you go to Kerala on 20th? Let's see, Ravi. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റെന്ന് VM സുധീരൻ. UDFിന്റെ തുടർഭരണമുണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. വന്ന ചില സർവേ റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് LDFും BJPയും ഒക്കെ വളരെ അമിതമായ ഒരാഹ്ലാദം പ്രകടിപ്പിക്കുന്നതായി കാണുന്നു. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ വോട്ടെണ്ണി കഴിയുന്നത് വരെയുള്ള താൽക്കാലിക തൃപ്തിയടയൽ മാത്രമാണ്. VS അച്യുതാനന്ദൻ വോട്ട് ചെയ്തപ്പോൾ താൻ എത്തി നോക്കിയിട്ടില്ലെന്ന് G സുധാകരൻ. തെരഞ്ഞെടുപ്പിൽ താൻ ചട്ടം ലംഘിച്ചിട്ടില്ല, മാധ്യമങ്ങൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും G സുധാകരൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ ചട്ടം ലംഘിച്ചിട്ടില്ല. പക്ഷേ ബോധപൂർവമാണ്. വേറെ പ്രശ്നം തിരിഞ്ഞ് ചെന്നിത്തലയ്ക്ക് വീഴാൻ പോവാ. ചെന്നിത്തലയുടെ പോലീസാണ് ആളെ കയറ്റിയത്. പോളിംഗ് സ്റ്റേഷനിൽ 300ഓളം ആൾ ഇടിച്ചു കയറി. 100 പേരെ നിൽക്കാൻ പറ്റുള്ളൂ, ബാക്കി വെളിയിൽ നിൽക്കുകയാണ്. മാധ്യമ 30 പേര് കയറി, ക്യാമറ കയറി. പോലീസല്ലേ അവിടെ കയറ്റാവുന്ന? VS ഭാര്യ പശ്ചിമ സിസ്റ്റർ, മകൻ അരുൺ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥി, എനിക്ക് കയറാമല്ലോ. ഞങ്ങൾ 5 പേരല്ലാതെ ബാക്കിയുള്ള എന്തിനു കയറ്റി? തെരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം വിനിയോഗിച്ച മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്ത് VS അച്യുതാനന്ദൻ. സമ്മതിദാന അവകാശം കേരളീയർ ശരിയായ വിധത്തിൽ വിനിയോഗിച്ചു എന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും VS അച്യുതാനന്ദൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. BJPയും UDFും വോട്ട് കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ താൻ പ്രഖ്യാപിച്ചതുപോലെ 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് LDF എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളതെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭത്തിൽ 100 കണക്കിന് വീടുകളാണ് തകർന്നത്. നഗരപ്രദേശവും വെള്ളത്തിനടിയിലായി. 19-ാം തീയതി വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ നഗരത്തിലും തീരപ്രദേശത്തും മഴ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ചെറിയതുറ, വലിയതുറ എന്നിവിടങ്ങളിൽ കടലാക്രമണം ശക്തമായി തുടരുകയാണ്. ഇതിനോടകം 100 കണക്കിന് വീടുകളാണ് ഈ പ്രദേശത്ത് തകർന്നത്. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ കിടന്ന് ഇതാ വെള്ളത്തിൽ കിടന്ന് ഒഴുകുന്നു. ഞങ്ങൾ അവിടെ പോയി ജീവിക്കാം. ഞങ്ങൾക്ക് മത്സ്യബന്ധനമാണുള്ളത്, ഞങ്ങൾക്ക് വേറെ ഒരു ജീവിതമില്ല. പ്രദേശവാസികളോട് സ്ഥലത്തു നിന്നും ഒഴിഞ്ഞുപോകാനും ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂവാറും കടൽക്ഷോഭം രൂക്ഷമാണ്. വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് വലിയതുറയിലും പൂവാർ കരിങ്കുളത്തും നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ശക്തമായ മഴ 19-ാം തീയതി വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ശക്തമായ മഴയ്ക്ക് കാരണം. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് എന്നിവർ മഴയും നാശനഷ്ടവും വിലയിരുത്തി. ആവശ്യമുള്ള പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. നിരവധി വീടുകളാണ് തകർന്നത്. ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.